ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ്. വളരെ എളുപ്പത്തിൽ കടലമാവ് കൊണ്ട് ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നന്നായിട്ട് വെള്ളം ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് തയ്യാറാക്കണം. അതിനായി ജാറിലേക്ക് ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ക്രംസ് ഫ്രൈ പാനിലിട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. ഇനി ഈ ബാറ്ററിലേക്ക് സവാള ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നന്നായിട്ട് കോട്ടായി കിട്ടുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് കടലമാവൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കാണിത്. സിമ്പിളുമാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിപ്പോൾ ഡബിൾ കോട്ടിംഗ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു വശം ഒന്ന് കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഫുൾ ഫ്ലെയിമിലാക്കാൻ പാടില്ല. അപ്പോഴേക്കും ഇതിൻ്റെ കോട്ടിങ് നന്നായിട്ട് ചൂട് തട്ടുന്ന സമയത്ത് ഇളകി വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബ്രെഡൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്. ഇത് കഴിക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.